3 പതിറ്റാണ്ടിലേറെയായി ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോളിവുഡിന്റെ കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാൻ അഭിനയ മികവിലൂടെ മാത്രമല്ല മികച്ച സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും വമ്പൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തിയാണ്. ഏകദേശം 7300 കോടി രൂപ മൂല്യമുള്ള സാമ്രാജ്യത്തിന് ഉടമയായ ഷാരൂഖ് സിനിമ, നിർമ്മാണം, കായികം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങി നിരവധി മേഖലകളിലേക്ക് തന്റെ സാന്നിധ്യം വ്യാപിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ അഭിനേതാക്കളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. ഡൽഹിയിൽ വലിയ സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു സാധാരണ യുവാവായാണ് ഷാരൂഖിന്റെ തുടക്കം. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിന് ശേഷം വെറും 15,000 രൂപയുമായി അദ്ദേഹം മുംബൈയിലെത്തി. പരിചയക്കാരില്ല, താമസിക്കാൻ ഇടമില്ല, അവസരങ്ങൾ ലഭിക്കാതെ നിരവധി തവണ തിരസ്കരിക്കപ്പെട്ടു. എന്നാൽ ഒരു നാൾ താൻ പ്രശസ്തനാകുമെന്ന വിശ്വാസം മുറുകെ പിടിച്ചാണ് അദ്ദേഹം മുന്നോട്ടു പോയത്. ടെലിവിഷൻ പരമ്പരയായ ഫൗജിലൂടെയാണ് അഭിനയ രംഗത്ത് ശ്രദ്ധ നേടിയത്. പിന്നീട് കൂടുതൽ സീരിയലുകളിൽ അവസരങ്ങൾ ലഭിച്ച ഷാരൂഖ് ഖാന് 1992 പുറത്തിറങ്ങിയ ദീവാന എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറാൻ സാധിച്ചത്. ചിത്രം വൻ വിജയമായി. തുടർന്ന് ബാസിഗർ, ഡർ തുടങ്ങിയ ചിത്രങ്ങളിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്താൽ നായകനാകാൻ കഴിയില്ലെന്ന പതിവ് ധാരണയെ അദ്ദേഹം തകർത്തു. 1995 പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ ഷാരൂഖ് ഖാനെ റൊമാൻസിന്റെ രാജാവ് എന്ന വിശേഷണത്തിലേക്ക് ഉയർത്തുകയും രാജ്യത്തുടനീളം ജനപ്രിയനാക്കുകയും ചെയ്തു. അഭിനയത്തിൽ വൻ വിജയം നേടിയെങ്കിലും താരപദവി ശാശ്വതമല്ലെന്ന് ഷാരൂഖ് ഖാന് ബോധ്യമുണ്ടായിരുന്നു. നിരവധി താരങ്ങൾ കാലക്രമേണ മാഞ്ഞു പോകുന്നത് കണ്ട അദ്ദേഹം ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കാനാണ് ബിസിനസ്സിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. 1999 അദ്ദേഹം ആദ്യ നിർമ്മാണ കമ്പനിയായ ഡ്രീംസ് അൺലിമിറ്റഡ് സ്ഥാപിച്ചു. ഈ ബാനറിൽ നിർമ്മിച്ച ആദ്യ 2 ചിത്രങ്ങളായ ഫിർ ഭി ദിൽ ഹേ ഹിന്ദുസ്ഥാനിയും അശോകയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതോടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. മൂന്നാമത്തെ ചിത്രമായ ചൽത്തെ ചൽത്തെ ശരാശരി വിജയം നേടിയെങ്കിലും മുൻ നഷ്ടങ്ങൾ നികത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പങ്കാളികൾ കമ്പനിയിൽ നിന്ന് പിന്മാറി. അത് ഷാരൂഖ് ഖാന് ജീവിതത്തിലെ വലിയ പാഠമായി. 2003 നിർമ്മാണ കമ്പനിയെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് എന്ന പേരിൽ പുനരാരംഭിച്ചു. ഈ ബാനറിലെ ആദ്യ ചിത്രമായ മൈഹൂന വൻ വിജയമായി മാറി. അതിന് പിന്നാലെ 2007 പുറത്തിറങ്ങിയ ഓം ശാന്തി ഓം 150 കോടിയിലധികം രൂപ കളക്ഷൻ നേടി. അങ്ങനെ റെഡ് ചില്ലീസ് ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ സ്ഥാപനങ്ങളിൽ ഒന്നായി ഉയർത്തി. പിന്നീട് റെഡ് ചില്ലീസ് VFX വിഭാഗം ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിലെ മികച്ച വിഷ്വൽ ഇഫക്റ്റ് കമ്പനികളിൽ ഒന്നായി മാറിയ ഈ സ്ഥാപനം ക്രിഷ് 3, ഫൂൽ ഫുലയ്യ 2 അടക്കമുള്ള വൻ ചിത്രങ്ങൾക്ക് VFX ഒരുക്കിയിട്ടുണ്ട്. രാവൺ, സീറോ തുടങ്ങിയ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടാതെ വന്നതോടെ കമ്പനി പരസ്യരംഗം, വെബ് സീരീസ്, ഡിജിറ്റൽ എന്റർടൈൻമെന്റ് എന്നിവയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. സിനിമയ്ക്കും നിർമ്മാണത്തിനും പുറമെ 2008 നടി ജൂഹി ചൗള, വ്യവസായി ജയ് മേത്ത എന്നിവർക്കൊപ്പം ഏകദേശം 100 കോടി രൂപ മുടക്കി IPLലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫ്രാഞ്ചൈസി സ്വന്തമാക്കി. ആദ്യ 3 സീസണുകളിലെ മോശം പ്രകടനങ്ങൾക്ക് ശേഷം 2011 ഗൗതം ഗംഭീറിനെ ടീമിന്റെ നായകനാക്കിയതോടെയാണ് ടീമിന്റെ തലവര മാറിയത്. 2012, 2014 വർഷങ്ങളിൽ IPL കിരീടം സ്വന്തമാക്കിയ KKR പിന്നീട് ലോക പ്രശസ്ത ബ്രാൻഡായി വളർന്നു. സിനിമയും ക്രിക്കറ്റും കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഷാരൂഖ് വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. മുംബൈയിലെ അദ്ദേഹത്തിന്റെ വസതിയായ മന്നത്ത് 200 കോടിയിലധികം രൂപ വിലമതിക്കുന്നതാണ്. ലണ്ടനിലെ പാർക്ക് ലൈനിൽ 100 കോടിയിലധികം രൂപ വില വരുന്ന ആഡംബര ഫ്ളാറ്റും ദുബായിലെ പാം ജുമൈറയിൽ ഡെവലപ്പറായ നിഖിൽ സമ്മാനിച്ച സീഷോർ വില്ലയും അദ്ദേഹത്തിനുണ്ട്. ഷാരൂഖിന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുടെ ആകെ മൂല്യം 3000 കോടി രൂപയിലേറെയാണെന്നതാണ് വിലയിരുത്തൽ. സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പ്രതിഫലം വാങ്ങുന്ന രീതിക്ക് പകരം സിനിമകളിൽ ലാഭവിഹിതം അടിസ്ഥാനമാക്കിയുള്ള കരാറുകളാണ് ഷാരൂഖ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ബൈജൂസ്, ബിഗ് ബാസ്ക്കറ്റ്, ദുബായ് ടൂറിസം, ഡെൻവർ, കാസ്ട്രോൾ ഇന്ത്യ, റുങ്ട സ്റ്റീൽ തുടങ്ങി 40ലധികം ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറാണ് അദ്ദേഹം. ഓരോ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിനും 10 മുതൽ 30 കോടി രൂപ വരെ ഷാരൂഖ് പ്രതിഫലം വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളായി അദ്ദേഹം മാറി. തന്ത്രപരമായ നിക്ഷേപങ്ങൾ, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള മുന്നേറ്റം, വിവിധ മേഖലകളിലേക്കുള്ള വ്യാപനം എന്നിവയിലൂടെയാണ് 7300 കോടി രൂപ മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യം ഷാരൂഖ് ഖാൻ കെട്ടിപ്പടുത്തത്. അതേസമയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം സ്വന്തമാക്കുക എന്ന ഷാരൂഖിന്റെ ദീർഘകാല സ്വപ്നവും അടുത്തിടെ യാഥാർത്ഥ്യമായി.